അതായത് നബി കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പ്രചരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിക്കേറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആദ്യം 2 സഹാബികളാണ്, 2 മുഹാജിറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആദ്യമായി ഓടി വന്നതെന്നാണ്. നബിക്ക് വിട്ടു ഈ നബിക്ക് പരിക്കേറ്റ സന്ദർഭത്തിൽ അതിലൊന്ന് ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഈ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ആശ്ലേഷണവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്. അദ്ദേഹം സിറിയയിലേക്ക്, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെ തന്നെ കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണമായിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. ചില ആളുകൾ പറയും പറയേണ്ട ആവശ്യമില്ല, ജീവിതം കണ്ടിട്ടാണ് വരേണ്ടത്. പറയണമെന്നൊന്നുമില്ല സഹോദരങ്ങളെ, പറയേണ്ടത് പറയുന്ന വേണം. ജീവിതം കണ്ട് നമ്മളെ ജീവിതം കണ്ട് ആരാ വരുന്നത്? ഇവിടുന്ന് ആരെങ്കിലും വണ്ടി കഴിച്ചില്ലെങ്കിലും ഉള്ളൂ. എന്നിട്ടോ നമ്മളെ ജീവിതം കണ്ട് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരുന്നത്. പിന്നെ പറയണയും കൂടി ഇല്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മളിത് പറയണം. നമ്മൾ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ദഅവത്ത് കൊണ്ടാണ് ആ അശ്റൽ മുബശ്ശിരീൻ 6 ആൾക്കാരറ്റെ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആ 10 ആളിൽ 6 ആളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ദഅവത്ത് കൊണ്ട് മുസ്ലിമായ ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അല്ലേ? ഒരാളൊരു നന്മ പ്രചരിപ്പിച്ചാൽ അല്ലേ, ആ നന്മ ഏറ്റുപിടിച്ചവൻ്റെ ചെയ്തിൻ്റെ കൂലിയൊക്കെ ഈ പറഞ്ഞവന് കിട്ടുന്നതാണ്. നമ്മൾ കാരണമായിട്ടൊരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഓൻ്റെ ജീവിതത്തിൽ ഓൻ ചെയ്യണ നന്മ മുഴുവൻ അതിൻ്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയുമ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ എത്ര കൂലി ഉണ്ടാവും സഹോദരങ്ങളെ. കാരണം അവരൊക്കെ മുസ്ലിമാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ത്വൽഹാ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമാക്കിയത് അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സിറിയയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ 15 വയസ്സിലെ മൂപ്പര് കച്ചവടക്കാരനാണ്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ കച്ചവടത്തിന് സിറിയയിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു പാതിരി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മക്കത്തു നിന്നാണോ വരുന്നത്? അവിടെ അഹ്മദ് എന്ന് പേരിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം മൂപ്പര് യാത്ര മൂപ്പര് മക്കത്തു നിന്ന് പോരുന്ന സന്ദർഭത്തിൽ മക്കൾ അങ്ങനെ ന്യൂസൊന്നും കേട്ടിട്ടില്ല. തിരിച്ചു വന്ന ഉടനെ നേരെ മൂപ്പരുമാർക്ക് അങ്ങാടി പോയിട്ട് ഇവിടെ എന്ത് പുതിയ ന്യൂസ് ഉണ്ടോയെന്നാണ് ചോദിച്ചാൽ, ഇവിടെ പുതിയ ന്യൂസ് ഉണ്ട്, ഇവിടെ പുതിയ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലാത്തനെയും മനാത്തനെയും ഉസ്സനെയൊന്നും വിളിച്ചാൻ പാടില്ല, ഞാൻ അള്ളാനെ മാത്രമേ വിളിച്ചാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുതിയൊരു പടപ്പിറങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ പുതിയൊരു പടപ്പ് വന്നിങ്ങനെ. അത് കൂടുതൽ അറിയണമെങ്കിൽ അബൂ ഖുഹാഫൻ്റെ മകനോട് പോയി ചോദിച്ചാൽ മതി. ആരാ അബൂ ഖുഹാഫൻ്റെ മകൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പരോട് ചോദിച്ചാൽ അറിയാം കൂടുതൽ ഡീറ്റെയിൽസ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി കാണുകയാണ്. അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് കാരണം മൂപ്പർക്ക് അവിടുന്ന് പാതിരി പറഞ്ഞെടുത്തതും ഏകദേശ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂപ്പർക്ക് ബോധ്യപ്പെട്ട് അപ്പം തന്നെ മുസ്ലിമാകാണ്. അവിടെ കുടുംബന്മാരുടെ വാപ്പെന്ത് വിചാരിക്കുന്നു? കാരണം 15 വയസ്സായ ഒരു കുട്ടി, ഒരു 15 വയസ്സായ ഒരാൾ ഒരു ഇസ്ലാം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെന്ത് സമ്മർദ്ദം ഉണ്ടാവും? എങ്ങനെ പെരീക്ക് കയറിച്ചില്ല? സ്വന്തമായിട്ട് വീടും കൂടിയൊന്നും ഇല്ലാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് എങ്ങനെ പെരീക്ക് കയറിച്ചില്ല? നമ്മൾ സ്വന്തം പെരയും കുടിയും എല്ലാം സ്വന്തമായിട്ടുണ്ടായിട്ട് പോലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിവർത്തി നട്ടല് നിവർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസമാണ്. 15 വയസ്സിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് ആ വീട്ടിൽ കയറിച്ചെല്ലാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളെ, അങ്ങനെയാണ് അവർ അള്ളാഹുവിനും റസൂലിനും ഉത്തരം കൊടുത്തത്. ആ ഉത്തരം ഈ ഉത്തരം നമ്മളെ ഉത്തരം വ്യത്യാസമുണ്ട്. അതന്നെയാണ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ സഹോദരങ്ങളെ എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? മുത്തബിഉസ് സുന്ന. 5 അബ്ദുള്ളമാർ എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഹദീസിൻ്റെ റാവിമാർ, ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുള്ളമാരിൽ 5 അബ്ദുള്ളമാരാണ്. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ 5 അബ്ദുള്ളമാർക്ക് അബാദിലകൾ എന്നാ പറയാം. 5 അബ്ദുള്ളമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ചെറിയ പ്രായത്തിൽ അല്ലേ, 12ഓ 13ഓ വയസ്സാണ്. ബദർ നടക്കുമ്പോൾ ബദർക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. നബി ഇങ്ങനെ നോക്കിയിട്ട് പ്രായമായിട്ടില്ല കാരണം തിരിച്ചയച്ചാണ്. അടുത്തല്ല ആയിട്ടില്ലാറല്ലേ, നമ്മൾ പന്തലിക്കൊക്കെ ചെന്നാറല്ലേ ഈ 5 അടിൻ്റെ പന്തലിക്കൊക്കെ ചെന്നാണ്ടാവും കെട്ടിക്കാണ്ട്. നമ്മൾ ഉയരം കൂടുതലാണെങ്കിൽ പള്ളിയിലൊരു മുണ്ടൊക്കെ കെട്ടിയാണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല ഒന്നുമില്ലേ. അപ്പോൾ അതേമാതിരി അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ 12 വയസ്സായതുകൊണ്ട് തിരിച്ചയച്ചു എന്നാണ്, പ്രായമല്ലാത്തതുകൊണ്ട് അല്ലേ. ഉഹുദിൽ പിന്നെ അദ്ദേഹം യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഖന്തക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ആലോചിച്ചൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മുത്തബിഉസ് സുന്ന എന്നാണ്. എന്താ മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞാൽ? സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളുണ്ട്,
അതിലൊക്കെ ഫോളോ ചെയ്യും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, അതിലൊന്നും സുന്നത്തായിട്ട് ഗണിക്കാത്ത കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴ കഴിച്ചു, അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ആ ഓലയിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഓലയിൽ കിടന്നുറങ്ങൽ സുന്നത്തുണ്ടെന്നല്ല, അങ്ങനെ സുന്നത്തില്ല. അങ്ങനത്തെ ചര്യകൾ. ഇപ്പോൾ നബി ഇന്ന സ്ഥലത്ത് മൂത്രയിക്കാനിരുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന വഴിയിലൂടെ പോയപ്പോൾ അവിടുന്ന് ചിരിച്ചു, അപ്പോൾ അവിടെ പോയി ചിരിക്കുക, അങ്ങനെ സുന്നത്തില്ല ഇസ്ലാമിൽ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുന്നത്തിനെ എത്രത്തോളം ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ നബി എന്തൊക്കെ ചെയ്തു അതൊക്കെ മൂപ്പര് ചെയ്യുന്നതാണ്. നബി സാധാരണ നടക്കാത്ത വഴിയുടെ മൂപ്പരിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ അവിടുന്ന് ഇങ്ങനെ താന്നിക്കുണ്ടാവും. അപ്പോൾ എന്താ ഇവിടുന്ന് താണിച്ചു, ഇവിടെ എത്തിയപ്പോൾ നബി ഒന്ന് താന്നീനു. അവിടെ നിന്ന് അന്നെന്തോ ഒരു മരം എന്തുണ്ടായപ്പോൾ ആ മരമൊക്കെ പിന്നെ മുറിച്ച് പോയിട്ടുണ്ടാവും. എന്നാലും അവിടെ എത്തുമ്പോൾ മൂപ്പര് എന്ത് ചെയ്യും, ഒന്നിട്ടാവും, ഇവിടെ നബി താന്നീനു അല്ലേ, ഇവിടെ എത്തിയപ്പോൾ നബി ഒന്ന് ചിരിച്ചിരുന്നു, ആ മൂപ്പര് അവിടെ എത്തുമ്പോൾ ചിരിച്ചു. അങ്ങനെ നബിനെ ഫോളോ ചെയ്ത ആളാണ്. അതാണ് മുത്തബിഉസ് സുന്ന. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എനിക്ക് തോന്നി ജീവിതത്തിൽ 700-800 അടിമകളെ മോചിപ്പിച്ച മനുഷ്യനാണ്. 700-800 അടിമകളെ മോചിപ്പിക്കുക, അതായത് ഒരു നല്ല അടിമ ഉണ്ട് എന്നാണ്, ഒരു മുസ്ലിം അള്ളാഹിനെ പറ്റി നല്ല വിശ്വാസമുള്ള ഒരു അടിമ ഉണ്ട് എന്ന് കണ്ട അപ്പം പോയിട്ട് മോചിപ്പിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു ഉമർ നടന്നു പോകുമ്പം ചില അടിമകൾ വെറുതെ നിസ്കരിച്ചിന മാതിരി കാട്ടുന്നതാണ്. വെറുതെ നിസ്കരിച്ചിന മാതിരി കാട്ടും. അപ്പം നിസ്കരിച്ച അപ്പം തന്നെ പൈസ കൊടുത്തണം അവനെ മോചിപ്പിക്കുന്നതാണ്. എന്നിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങളെ പറ്റിക്കാണ് വരുന്നത്, നിങ്ങൾ ആര് പറ്റിച്ചാലും പടച്ചോൻ്റെ മനസ്സ് കാണുന്നുണ്ടെന്നാണ് ഇബ്നു ഉമർ എന്ന മറുപടി. പടച്ചോൻ എൻ്റെ നോക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന ഓൽക്കല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, പടച്ചോൻ എന്നെ പറ്റിക്കൂല എന്നാണ്. അതിനാണ് കൊടുത്ത മറുപടി അതാണ്, അല്ലാതെ പിൻവലിച്ചേക്കല്ല. അങ്ങനെ 700-800 ഒരു കഥ, ഒരു ചരിത്രം കാണാൻ പറ്റും. അദ്ദേഹം ഒരിക്കങ്ങനെ പോകുമ്പം ഒരു ആട്ടിടേനെ കാണുന്നുണ്ട്, ഒരു ആട്ടിടേന് ആ നിറച്ച ആട്ടും പറ്റങ്ങനെ ഉണ്ട് ആ ആട്ടിടേൻ്റെ അടുത്ത്. അപ്പോൾ മൂപ്പര് ചോദിക്കും, പരീക്ഷിക്കാൻ വേണ്ടി മൂപ്പര് ചോദിക്കണതാണ്, ഒരാടിനെ ഒന്ന് അറക്കാൻ വേണ്ടിയിട്ട് തരുമോ എന്ന് വെച്ച്, ഒരാടിനെ ചുടാൻ വേണ്ടിയിട്ട് ഒരാടിനെ ഇന്ന് ചെറിയൊരാടിനെ പിടിച്ച് അറക്കട്ടെ എന്ന്. അപ്പോൾ ആ ആട്ടിടേയും കൊടുത്ത മറുപടി എന്താ നിങ്ങൾ, ഇതിൻ്റെ മുതലാളി ഇവിടെ അല്ല എന്നാണ്. ഇതിൻ്റെ മുതലാളി ഇവിടെ അല്ല, കാരണം ഞാൻ അത് മേക്കുന്ന ആളാണ്, ഞാനെങ്ങനെ ഇതിന് ആടിനെ പിടിച്ച് തരിക, ഇതിൻ്റെ മുതലാളി യജമാനം ഇവിടെ അല്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നതാണ്, അതിപ്പോൾ ചെന്നായി പിടിച്ചു പറഞ്ഞാൽ പോരെ, കുറേ ആടില്ലേ, എത്രങ്ങാനും ആടുണ്ട്, ഇതിന്നൊന്നും പോയാൽ മുതലാളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിനെ ചെന്നായി പിടിച്ചു പറഞ്ഞാൽ പോരെ. ആ മുതലാളിനോട് അതൊക്കെ പറയാം. ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ്, ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി, പടച്ചോനോട് എന്താ പറയാ, പടച്ചോനോട് എന്താ പറയാ അല്ലേ, മുതലാളിനോട് ചെന്നായിനെ പിടിച്ചു എന്ന് പറയാം. നാളെ റബ്ബിൻ്റെ കോടതി ചെല്ലുമ്പോഴേ അവിടെ എന്താ പറയാ, അയിനല്ല. അപ്പം അള്ള ഇവിടെ അള്ളാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയെന്ന്. കണ്ണിന്ന് വെള്ളം അങ്ങനെ ഉറ്റു വീണു ഇബ്നു ഉമറിന്. കാരണം വാങ്ങാൻ പാടില്ല, ആ അടിമൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, ആ ആട്ടിടേൻ്റെ. അത് ആരുടെ അടിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുതലാളിനെ പോയി കണ്ട് പൈസ കൊടുത്ത് മോചിപ്പിച്ചു ആദ്യം. മാത്രമല്ല ഈ ആടിന് മുഴുവൻ ആടും പറ്റത്തിൻ്റെ വില കെട്ടിയിട്ട്, ആ ആടും വില കെട്ടിയിട്ട് ഈ ഉടമക്ക് കൊടുത്തിട്ട് ആടും മുഴുവൻ ഈ അടിമക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ ആടിനെ ജിരുത്തോന്ന് പറഞ്ഞു. അതാണ് ഇബ്നു ഉമർ, അതാണ് ഇബ്നു ഉമർ ഉദാഹരണം. അത്രയും ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ്. കിട്ടുന്നത് മുഴുവൻ സ്വതക്കായിട്ട് അങ്ങനെ കൂടെ ഒന്നും ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്തല്ല, അങ്ങനെ ബാക്കി വെക്കണല്ല, കിട്ടുന്ന ചാൻസിൽ അടിമകളെ മോചിപ്പിച്ച് കർമ്മ നിരതനായി മുന്നോട്ട് പോയ ഒരു സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അല്ലേ. ആ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ അത്രത്തോളം, നമ്മളൊക്കെ സുന്നത്ത് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സുന്നത്ത് എന്ന് പറയണത് എന്തിനറിയൊക്കെ, ചെയ്താൽ കുഴപ്പമില്ലാത്തിന് നമ്മൾ സുന്നത്ത് അറിയാം, അല്ല ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്തിന്. നമ്മളെ സുന്നത്ത് പറഞ്ഞ കാഴ്ചപ്പാടന്നെ അതാണ്. ആ താടിയല്ലേ ആ സുന്നത്താണ്, അത് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ, ചെയ്തില്ല സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് നമ്മളെ സുന്നത്ത്. സഹോദരങ്ങളെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യ, ആ ചര്യ അറിയാനും അത് അനുധാവനം ചെയ്യാനും എത്രത്തോളം താല്പര്യമാണ് ഇബ്നു ഉമർ കാണിച്ചത്. അവിടെയാണ് നമ്മളും എത്തിയത്. നമ്മളെ സുന്നത്തും മൂപ്പര സുന്നത്തും നോക്കിയാൽ മതി. മൂപ്പര് സുന്നത്ത് അറിയണ എന്തിനാ നിങ്ങൾ, അത് ഫോളോ ചെയ്യാൻ വേണ്ടി സുന്നത്ത് പരമാവധി മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യാണ്. നമ്മളെങ്ങനെയും ചെയ്യാതെക്കാൻ വകുപ്പുണ്ടോ, ഫർലാണോ സുന്നത്താണോ നമ്മൾ ചോദിക്കണം എന്തിനറിയോ, തൽക്കാലം ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുള്ളതിനാണ്. രണ്ടും വ്യത്യാസം. നമ്മളെ നിലപാട് അവിടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മാറണം. നമ്മൾ മാറേണ്ടതുണ്ട്. സഹാബികൾ നമ്മുടെ മാതൃകയായിട്ട് മാറുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുണ്ടാവും അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഹാബ് മുഹമ്മദാണ്. അവരാണ് ഏറ്റവും തഖ്വയുള്ളവർ, അവരാണ് ഏറ്റവും ആഴമേറിയ അറിവുള്ളവർ. ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാണ് സഹോദരങ്ങളെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാണ് അല്ലേ? ഒരു അടിമയായിരുന്നു. ഉഖബത്ത് ബിൻ അബീ മുഅയ്തയുടെ ആട്ടിടയനായിരുന്നു, അടിമയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലേ. ഇതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ആട്ടിനെ മേച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇബ്നു മസ്ഊദ്. ചെറിയ കാലുകളുള്ള വളരെ കാണാനൊന്നും ഭംഗിയില്ലാത്ത ചെറിയൊരു മനുഷ്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അല്ലേ? അപ്പോൾ ഒരാടിനെ നബിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോൾ ആടിനെ പാല് കിട്ടുമെന്ന് ചോദിക്കാണ്. അപ്പോൾ അപ്പോഴതിന് കൊടുത്ത മറുപടി തരുമോ? ഇത് എൻ്റെ ആടല്ല എന്നുള്ളതാണ്. പാല് തരുമോ ഈ ആടിനെ കറക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ ആടല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബിസ്വല്ലല്ലാഹു ചോദിച്ചു, എന്താണ് പാലില്ലാത്തൊരാടിനെ കാണിച്ചു തരുമെന്നാണ്. പാലില്ലാത്ത ഒരാടിനെ കാണിച്ചു തരുമെന്ന്. അങ്ങനെ പാലില്ലാത്തൊരാടിനെ കാണിച്ചു കൊടുക്കുകയാണ്, കറവല്ലാത്തൊരാടിനെ. ആ കറവ നബിസ്വല്ലല്ലാഹു അതിനെ കറന്നിട്ട് പാല് കുടിച്ചു. എന്നിട്ട് നബിയും കുടിച്ചു, അബൂബക്കർ സിദ്ദീഖ് കുടിച്ചു, ഇബ്നു മസ്ഊദ് കൊടുത്തു എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ മൂപ്പര് പറയും, ഈ അറിവ്, ഇതിൻ്റെ അറിവ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണം. ഇതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് പറഞ്ഞു തരുമ്പോഴും ഇസ്ലാമിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിന് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് ഇബ്നു മസ്ഊദിൻ്റെ മനസ്സ് മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇബ്നു മസ്ഊദിൻ്റെ മനസ്സ് മാറി അല്ലേ? അങ്ങനെ ഇബ്നു മസ്ഊദ് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആരാണ് സഹോദരൻ? പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ ആരാണ്? അറിവ് കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തി അല്ലേ? നമ്മളൊന്നും ഒരാളും ഒരു നോട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് സത്യത്തിൽ. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ആഴത്തിലുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് ഭയങ്കര സൗന്ദര്യമുള്ള ഓത്താണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഖുർആൻ അവതരിച്ച അതേപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇബ്നു മസ്ഊദിൽ നിന്ന് പഠിക്കണം എന്നാണ് ഇബ്നു മസ്ഊദ് ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്നു മസ്ഊദിൻ്റെ ഓത്ത് ഇഷ്ടമായിരുന്നു. നബി ഇബ്നു മസ്ഊദിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്നു. നബി ഇങ്ങനെ കേട്ട് ആസ്വദിക്കുന്നതാണ് അല്ലേ? സഹോദരങ്ങളെ, എന്തെങ്കിലും ഖുർആനെ ഒന്ന് കേട്ട് ആസ്വദിക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഓതല് പോട്ടെ അല്ലേ? അവര് നബിക്ക് ഇറങ്ങിയതാണ് ഖുർആൻ, എന്നിട്ട് നബി പോലും ഇബ്നു മസ്ഊദിനെ കൊണ്ട് ഖുർആൻ ഓദിക്കാണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ഖുർആൻ കേൾക്കലുണ്ട്? നമ്മൾ കേൾക്കുമ്പോൾ എന്താ അതോടങ്ങനെ ഓണാക്കിയാൽ നമ്മൾ വേറെ പണിയെടുക്കണ്ടാവും. ആണ് നമ്മളെ ഖുർആൻ കേൾക്കൽ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അങ്ങനെയല്ല. ഖുർആൻ അത് ഫസ്തമിഊ എന്നാണ്, അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആനോടൊട്ട് അള്ളാൻ്റെ കലാമാണ്. അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അത് പൂട്ടിയേക്കാന്നല്ലേ. അങ്ങനെ പാട്ടും വാർത്തിടുന്ന മാതിരി ഇടേണ്ട സാധനമല്ല ഖുർആൻ അല്ലേ? അതാണ് ആ ഇബ്നു മസ്ഊദിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓദിച്ചു എന്നാണ് അല്ലേ? ഇബ്നു മസ്ഊദ് പിൽക്കാലത്ത് കൂഫയിലെ ഗവർണർ അല്ലേ, കൂഫയിലെ അധികാരിയായി. എത്ര ശിഷ്യന്മാരുണ്ടായി ഇബ്നു മസ്ഊദിന്? ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ദീന് പഠിപ്പിച്ച വ്യക്തിയാണ് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലേ? ഉഖബത്ത് ബിൻ അബീ മുഅയ്തയുടെ ആട്ടിനായ ഒരു മനുഷ്യനെ അള്ളാഹു എത്രത്തോളം ഉയർത്തി. ഇബ്നു മസ്ഊദിനെ അറിയാത്ത ലോകത്തെ മുസ്ലിങ്ങൾ ആരാളുള്ളത് അല്ലേ? ഇസ്ലാമിനെ കുറച്ചെങ്കിലും ഒരു ഇൽമുള്ള ഒരു മുസ്ലിം ഇബ്നു മസ്ഊദിനെ അറിയാത്തതായിട്ട് ലോകത്തിലാരും ഉണ്ടാവില്ല. അത്രയും ഉയർന്ന ഒരു ദറജയിലേക്ക് ഒരാട്ടിടേനെ അള്ളാഹു ഉയർത്തിയെന്തുകൊണ്ടാണ്? ഈ ദീനിനെ കൊണ്ടാണ്, ഈ ദീനിൻ്റെ അറിവ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുക. അതാണ് ഇതിന് പ്രചോദനം കിട്ടേണ്ടത്. ഇബ്നു മസ്ഊദിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രചോദനം എന്താ പറയുക? ഇബ്നു മസ്ഊദിൻ്റെ ഒരു ചരിത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി. അങ്ങനെ കൂഫയിലെ ഖാളിയായിട്ട് നിയമിച്ചത് ആരാണ് അറിയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഖാളിയായിട്ട് നിയമിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയാണ്. അങ്ങനെ ആ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷം ഇബ്നു മസ്ഊദ് കൂഫയിൽ ഖാളിയായിട്ട് അപ്പോഴും തുടരുകയാണ്. ആരും മാറ്റിയിട്ടില്ല അദ്ദേഹത്തെ. അവിടെ ഒരു കേസ് വരികയാണ്, ഒരു കേസ് അദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് വരികയാണ്. എന്താ നിങ്ങൾ, ഒരാൾ മഹർ നിശ്ചയിക്കാതെ കല്യാണം കഴിച്ചു. അതായത് കല്യാണം കഴിക്കണം തോന്നി, അപ്പം മൂപ്പരെടുത്ത് മഹറൊന്നും കൊടുക്കാനില്ല. അപ്പം മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ മഹർ കടം പറഞ്ഞു. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് നടക്കും. മഹർ കടം പറഞ്ഞിട്ട് ഉണ്ടാവുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പെണ്ണ് സമ്മതിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ ഉണ്ടാവുമ്പം തരാമെന്ന് പറഞ്ഞിട്ട് എത്രയൊന്നും പറഞ്ഞു, ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മഹർ ഉണ്ട് പറഞ്ഞിട്ട് മൂപ്പര് കല്യാണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് മൂപ്പര് മരിച്ചു. മരിച്ചാൽ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് ആദ്യം കടാണ് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് പിന്നെ ബാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വത്ത് ഓരിയേക്കാൻ നിൽക്കുമ്പോൾ ആദ്യം മഹർ വീട്ടണം. അപ്പോൾ എത്ര കൊടുക്കുക? എന്തെങ്കിലും തരാനായിട്ടാണ് കെട്ടിക്കണത്, ഇനിയിപ്പോൾ എത്ര കൊടുക്കുക? ഒരു കണക്കൂല്ലല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മാസം സമയം ചോദിച്ചു. കോടതി പിരിഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ടേ ഇനി വിധി പറയുള്ളൂ. കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യമാണല്ലോ. അങ്ങനെ മൂപ്പര് അന്ന് അറിയണ എല്ലാവർക്കും കത്തയച്ചു. അന്ന് ഇമെയിലോ വാട്സപ്പും ഇതൊന്നുമില്ല, ടെലിഗ്രാമൊന്നുമില്ല. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ കത്തയക്കണം, ഇവിടുന്ന് ആളെ വിടണം. മദീനയിലേക്കൊക്കെ ആളെ വിട്ടു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ വിളംബരം ചെയ്തു. ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ഈ വിഷയത്തിൽ അറിയെങ്കിൽ ഇബ്നു മസ്ഊദിനെ അറിയിക്കണമെന്നുണ്ട്. കത്തയച്ചു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഒരു വിവരം കിട്ടിയില്ല. ഒരു മാസം കഴിഞ്ഞ് കോടതി വീണ്ടും കൂടുകയാണ്. ഇന്ന് വിധി പറയണം. ഇന്ന് വിധി പറയേണ്ട ദിവസമാണ്. ഈ വിഷയത്തിൽ ഒരു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല, ഒരു ചര്യയും കിട്ടിയിട്ടില്ല. ഇബ്നു മസ്ഊദ് ആലോചിച്ചിട്ട് അവസാനം എന്ത് പറഞ്ഞോ? ആദ്യ ഭാര്യയ്ക്ക്, ഇയാൾ മുമ്പ് കല്യാണം കഴിച്ച പെണ്ണിന് എന്താണോ കൊടുത്തത് അതേ മഹർ ഈ പെണ്ണിനും കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് മൂപ്പരെ വിധി. ആ വിധി പ്രഖ്യാപിച്ചതോടുകൂടി സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്നു എന്നാണ്. എണീറ്റ് വന്നിട്ട് അയാൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ്,
ഇബ്നു മസ്ഊദ്, അള്ളാഹുവിൻ്റെ റസൂല് എന്താണോ വിധിച്ചത് അതാണ് താങ്കളും വിധിച്ചത് എന്നാണ്. അപ്പോൾ സന്തോഷത്തെക്കാളേറെ അപ്പോൾ പെട്ടെന്ന് മൂപ്പർക്ക് ദേഷ്യം വന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു മാസമായിട്ട് ചോദിച്ചടക്കുകയാണ്, ഒരു മാസമായിട്ട് അന്വേഷിച്ചടക്കുകയാണ്. പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇതേപോലെ ഉണ്ടായി, അള്ളാഹിൻ്റെ റസൂൽ ഇതന്നെയാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അത് ചോദിച്ചെടുത്തിട്ട് ഞങ്ങൾ ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇബ്നു മസ്ഊദിന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ വിധിച്ചത് അതുതന്നെയാണ് ഇബ്നു മസ്ഊദും വിധിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ ആരെ നോക്കി അള്ളാഹു അവരെ ഉയർത്തി എന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഒരു ആട്ടിടയനെ ഈ ഒരു ദറജയിലേക്ക് അള്ളാഹു ഉയർത്തി എന്ന് പറയുമ്പം അല്ലേ? അതാഅ് ഇബ്നു റബീഅ ആരാണ്? ഒരു ചെറിയ മനുഷ്യനാണ്, കാണാനൊരു ചൊർക്കില്ലാത്ത ചെറിയ മനുഷ്യൻ. അതായത് സാധാരണ അന്നത്തെ ആൾക്കാർ ഇരുന്ന അതാഅ് നിന്നാൽ അതാഅ് ഇരിക്കണേക്കാൾ ചെറുതേക്കാരം. എന്താ വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക, ഒരു ചങ്ങായി നിൽക്കുക, ആ നിൽക്കണോ നമ്മളെക്കാൾ ചെറുതാണ്. ഇവന് ഓൻ്റെ അവസ്ഥ എന്താ? ഓൻ്റെ കോംപ്ലക്സ് എത്രയ്ക്കാരം? ഓനെ കളിയാക്കാണ്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയണ കുട്ടി എത്തമ്മ എല്ലാവരും കളിയാക്കണം, ഉയരല്ലാത്തതുകൊണ്ട് എല്ലാവരും കളിയാക്കാണ്. ആ ഉമ്മ കൊടുത്തൊരു മറുപടി ഉണ്ട്, അത്താ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തുന്നതാണ്. അവിടെ ഖുർആൻ പഠിച്ചാൽ അജ് നല്ല പണ്ഡിതനാകാൻ നോക്കുന്ന എന്നാൽ വലിയ ആളാകാന്നാണ്, വലിയ ആളാകാൻ. അങ്ങനെ ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് നിന്ന് ദീൻ പഠിക്കണം അത്താഴ്. നിങ്ങൾ ആലോചിക്കും, ഇബ്നു അബ്ബാസിൻ്റെ ദീൻ പഠിക്കണം അത്താഴ് ഇബ്നു അബ്ബാസിന് എത്രയോ സാധനങ്ങൾ ഉദ്ധരിച്ചതായി അത്താഴ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ ആ അത്താഴ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കാണ് അല്ലേ? ഒരു വിഷയത്തിൽ അമവി കാലഘട്ടത്തിൽ അമവി ഖലീഫ ഒരു വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്തിൽ ആർക്കാണ് ഏറ്റവും വിവരമുള്ളതെന്ന് അന്വേഷിക്കും. അത്താഴ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ അടുത്തേക്ക് പോകണമെന്നാണ്. അങ്ങനെ അയാൾ മദീന പള്ളിയോട് ചേർന്നൊരു വീട്ടിൽ ഒരു ചെറ്റക്കൂട്ടിൽ താമസിക്കുന്നുണ്ട്. അവ ഖലീഫ വിളിപ്പിച്ചു എന്നാണ്, ചെല്ലാൻ പറഞ്ഞു എന്നാണ്. ദീന് അങ്ങോട്ട് കൊട്ടാരത്തിൽ പോയി വിളമ്പൂല എന്നാണ്, ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ചെറ്റക്കൂട്ടിലേക്ക് ഖലീഫ വരികയാണ്. സഹോദരന്മാർ എന്ത് ആ ആളുകൾ കളിയാക്കിയിരുന്ന, കുട്ടിക്കാലത്ത് കളിയാക്കിയിരുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഖലീഫ ഫത്വ ചോദിച്ച് വരുമ്പം അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കലാമ്, ആ അള്ളാഹുവിൻ്റെ കലാമിൽ നേടിയ അറിവ് കൊണ്ട് അള്ളാഹു ആളുകളെ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഒരായത്ത് പഠിക്കാൻ അതാണ് സഹാബികൾ നമ്മൾ സ്വീകരിക്കേണ്ട മാതൃക അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നിങ്ങൾ പെരീക്കിന് ചെല്ലുമ്പം നിങ്ങളെ പെരൻ്റെ അമ്മരത്ത് 3 കാറ് കിടക്കണം അല്ലേ? BMW 8 സീരീസിലൊരു കാറ് അല്ലേ? ബെൻസിൻ്റെ മേബാക്കിൽ ഏറ്റവും മുന്തിയ കാറ് അവിടെ കിടക്കണം. പിന്നെ Audi 8. നിങ്ങൾക്ക് എന്ത് ഈ ഭൂമുഖത്ത് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ലേ? നമുക്ക് ചിലപ്പം ആലോചിച്ചാൽ നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞു ഏറ്റവും നല്ല കാർ ഏതാണ്? ഓലൊക്കെ കാണുന്ന ആൾക്കാരെ കയറും അല്ലേ? ഏതാ റേഞ്ച് റോവറിൻ്റെ പുതിയ വണ്ടി ഏതാണ്? ഓഡിൻ്റെ പുതിയ വണ്ടി ഏതാണ്? ഒക്കെ ഓല് പറഞ്ഞുതരും. അങ്ങനത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഒരു 4x4 ഒരു സ്പോർട്സ് കാറും ഒരു സാധാരണ കാറും ഏറ്റവും മുന്തിയ 3 കാറ് നിങ്ങളെ മരത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചാണ്, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം അവിടെ 3 തടിച്ച് കൊഴുത്ത ഒട്ടകങ്ങളെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നല്ലാതെ, കാരണം ഒട്ടകം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മുതലാണ്. ചുവന്ന തുടുത്ത തടിയുള്ള 3 തടിച്ചു കൊഴുത്ത ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അതന്നെയാണ് റോൾസ് റോയ്സ് പറഞ്ഞാൽ. 3 ഏറ്റവും സങ്കല്പിക്കാൻ പറ്റിയ 3 മുന്തിയ കാറ് നിങ്ങളെ പെരൻ്റെ മരത്ത് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? എന്താ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാൽ നിങ്ങൾ നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്ത് അതിനേക്കാൾ ഹൈറാണെന്ന് സഹാബത്തിനോട് പറഞ്ഞാണ്. അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ പറഞ്ഞ 3 വണ്ടി ഇന്ന് വാങ്ങാനുള്ള പൈസ ഉള്ളവരുണ്ട് ഇവിടെ? ഉണ്ടോ? ഒരാൾക്കെങ്കിലും ഈ പറഞ്ഞ 3 വണ്ടി ഇന്ന് ഇവിടെ വാങ്ങാൻ പറ്റുമോ? കടമില്ലാതെ ലോണില്ലാതെ ഉണ്ട്? നിക്ക് തോന്നില്ല. പക്ഷേ ഈ പറഞ്ഞ 3 ആയത്ത് ഓതാൻ പറ്റാത്ത ആരല്ലേ? അതാണ് ദീൻ, അതാണ് അള്ളാന്റെ ദീൻ, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. കഴിയാത്ത കുറെ ലക്ഷ്യങ്ങളെ പഠിച്ചോൻ ലക്ഷ്യമായിട്ട് വെച്ചിട്ടില്ല. എന്താണ് 3 ആയത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റാത്ത ആരാള്? നിങ്ങൾ എന്താ വിചാരിച്ചത് അല്ലെ? വലിയ ആയത്ത് ചില ആൾക്കാർ പറയും, എങ്ങനെയപ്പോൾ ഞാൻ പഠിച്ചത്? എന്ത് പഠിച്ചാൽ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് ഓതാൻ പറ്റാത്ത ആരാള് സഹോദരങ്ങളെ? അത് ഓതുമ്പോൾ എന്താ പറയുക? അത് വിചാരിച്ചിട്ടല്ല ഓതുന്നത്. ആ ഓത്തിന് അത്രയും, ആ 3 ആയത്തിന് അത്രയും വില ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ, മനസ്സിലാക്കിയിട്ടില്ല, അത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സഹാബത്ത് അത് അറിഞ്ഞിട്ടാണ് ഓതിയത്, അത് മനസ്സിലാക്കിയിട്ടാണ് ഓതിയത് അല്ലേ? ഒരു സഹാബി എപ്പോഴും കുല്ലല്ലാഹു ഓതുന്നതാണ്. മറ്റു സഹാബികൾ പോയി എന്താ ഇങ്ങനെ കുല്ലല്ലാഹു ഓതുന്നത്? എല്ലാ നിസ്കാരത്തിലും മൂപ്പര് കുല്ലല്ലാഹു മൂപ്പർക്ക് ഇഷ്ടമാണ്. അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ?
എല്ലാ ശിർക്കിന്റെ മുദ്രാവാക്യങ്ങളെയും പൊളിക്കുന്ന ഒരു വാക്കാണ്. അല്ലാഹു ഏകനാണ്. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താ പറയാനുള്ളത്? അല്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യ എന്ന യജമാനൻ ചുട്ടുപഴുപ്പിച്ച എന്താണ് കമ്പി വെച്ച് പൊള്ളിച്ച് ആ മരുഭൂമിയിൽ കെട്ടിവലിച്ചപ്പോഴും ബിലാൽ റളിയല്ലാഹുവിന്റെ നാവിൽ നിന്ന് വന്ന 2 വാക്കുണ്ട്. അഹദ് എന്ന വാക്കുണ്ട്. അല്ലേ, അഹദ് ആ വാക്കാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണെന്ന് പ്രഖ്യാപിക്കാൻ. അല്ലേ, ബാക്കി അമ്മാർ ഇബ്നു യാസർ അല്ലേ, അമ്മാർ റളിയല്ലാഹു അൻഹും സുമയ്യ ഇവരൊക്കെ മറ്റു പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ പീഡനം വല്ലാണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പം അവരൊക്കെ ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. അവർ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ അങ്ങേയറ്റത്തെ പീഡനമായപ്പം രക്ഷപ്പെടാൻ വേണ്ടി ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിച്ച് പോയിട്ടിട്ട് നബിയെ പൊറുക്കൂലേ നബി എന്ന് ചോദിച്ചപ്പം ആ സമയത്ത് മനസ്സിൽ എന്തായിരുന്നു ചോദിച്ചപ്പം ആ മനസ്സിൽ മുഴുവൻ റബ്ബായിരുന്നു, അള്ളാഹു ആയിരുന്നു എന്ന് പറഞ്ഞപ്പം അതിൽ പ്രശ്നമല്ല എന്നാണ്. ഇഞ്ഞുമാണ് ഈ പറഞ്ഞുകൊണ്ടിന്നാ പറഞ്ഞത്. ഇഞ്ഞും അല്ലാതെ പീഡിപ്പിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിന്നാ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പോലും ശിർക്കിൻ്റെ വാക്ക് ഉച്ചരിക്കാത്ത മനുഷ്യനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴും അദ്ദേഹം അഹദ് എന്ന് മാത്രമാണ്. ഈ കുൽഹു അല്ലാഹു അഹദിനെ അങ്ങനെ കുറേ ചരിത്രമുണ്ട്. വെറും കുൽഹു അല്ലാഹു അഹദ് വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹു ഏകനാണെന്ന് ഇവിടെ പറയാനേ കുറേ ആളുകൾ കുറേ ചോരൊഴുക്കിയിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ട ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇതൊന്നും നമുക്കല്ല. നമ്മളെ എത്ര കുല്ലല്ലാഹു സിമ്പിളായിട്ട് പറയണത്, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. വല്ലാത്തൊരു വാക്കാണ് അല്ലേ. അള്ളാഹു ആശ്രയമില്ലാത്തവനാണ്, സഹായം ആവശ്യമില്ലാത്തവനാന്ന് പറയുമ്പം ഇവിടെ ദൈവങ്ങളായി പലരും ആരാധിക്കുന്നവർ ആശ്രിതരാണ്, അതൊന്നുമില്ലാത്തവനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പം അവിടെ വലിയൊരു അർത്ഥം ഉണ്ടായി അല്ലേ. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പം അത് വല്ലാത്ത ഡയമെൻഷനിലൊരു വാക്കാണ് അല്ലേ. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവരുണ്ട്, ദൈവത്തെ പുത്രനുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവരുടെ സകല ആരോപണങ്ങളെയും അള്ളാഹു നിലം പരിശാക്കാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിക്കണില്ല, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മഹത്വം എത്രയാണ്. അത് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ കുല്ലല്ലാഹു ഓതിയാൽ അത് വേറൊരു കുല്ലല്ലാഹുവാണ്. നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ അടിച്ച് മിന്നി ഓതുന്ന കുല്ലല്ലാഹു അല്ലത്. ആ കുല്ലല്ലാഹുവിന് വല്ലാത്ത വിലണ്ട്. ആ 3 ആയത്ത് ഈ പറഞ്ഞ 3 ഒട്ടകങ്ങളെക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ഖുർആൻ നിസ്കാരത്തിൽ ഓതുമ്പം അതിന് കിട്ടാൻ പോണ പ്രതിഫലം അത്രയും വമ്പിച്ചതാണ്. അത് ആ വാക്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയണം, അത് റിയലൈസ് ചെയ്യാൻ പറ്റണം, അത് വിചാരിച്ചുകൊണ്ട് ഓതാൻ പറ്റണം അല്ലേ. അങ്ങനെ ഓതുമ്പോൾ സഹോദരങ്ങളെ ആ ഖുർആനിനോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കലാമിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനും നമ്മൾ ഈ അറിവുകളൊക്കെ അമലായിട്ട് മാറാനും സഹോദരങ്ങളെ ഇതൊക്കെ ഒരു പ്രചോദനമായി മാറേണ്ടതുണ്ട്. ഇതൊക്കെ സഹാബത്തിനോട് പറഞ്ഞതാണ്. അവർക്കിഷ്ടമായിരുന്നു, അവരങ്ങനെയാണ് ഖുർആനെ കണ്ടത്, അവരങ്ങനെ ഒരു ആയത്ത് പഠിച്ചത് അല്ലേ. ഉമർ റളിയല്ലാഹു പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു പോലും എന്താണ് ടേൺ എടുത്തിട്ടാണ് പഠിച്ചത്. അദ്ദേഹം ജോലിക്ക് പോണ സന്ദർഭത്തിൽ വേറൊരാളെ പൈസ എടുത്ത് വെച്ചേക്കാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും, സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും. ഇത് 3 മണിയോ 3 അവസാനിപ്പിക്കട്ടോ, 3 മണിയാണ്. സൂറത്ത് തൗബയിൽ ആയത്ത് കാണാൻ പറ്റും. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അള്ളാഹു തബൂക്കിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ എന്താണ് മദീനയിൽ കുറച്ച് ആളുകൾ അവിടെ തന്നെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ കേട്ടും മനസ്സിലാക്കിയും പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ആളുകൾ മദീനത്ത് നിന്ന് പോകരുത് എന്ന് സൂറത്ത് തൗബയിൽ ആയത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അറിവിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും കൂടി യുദ്ധത്തിന് പോകണ്ടാന്ന്, കുറച്ചാൾ നബി എന്തൊക്കെ പറയണത് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനും ഇവിടെ തന്നെ നിൽക്കണം. എന്നിട്ട് തിരിച്ചു വന്നാൽ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ, അത്രയും പ്രാധാന്യം ഇൽമിനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ വെച്ചിട്ടാണ് ജോലിക്ക് പോയത്. എന്നിട്ട് അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അയാളോട് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നബി പറഞ്ഞത്. എന്നിട്ട് പിറ്റേന്ന് അയാൾ ജോലിക്കും ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കും. അങ്ങനെയാണ് അവർ ദീൻ പഠിച്ചത്. അവർ പ്രായവർക്ക് പ്രശ്നമല്ല അല്ലേ, പ്രായവർക്ക് പ്രശ്നമല്ല. ഇമാം നമ്മൾ പറഞ്ഞ ഇബ്നു ജരീർ ത്വബരി, ഖുർആൻ്റെ ജാമിഉൽ ബയാൻ എന്ന തഫ്സീർ എഴുതിയ ഇബ്നു ജരീർ ത്വബരി, അദ്ദേഹം ആരാണ് സഹോദരങ്ങളെ? അദ്ദേഹം തബരിസ്ഥാൻകാരനാണ്, കാസ്പിയൻ കടലിലെ തീരത്തുള്ള പേർഷ്യക്കാരനാണ്. അറബിയല്ലാത്തൊരു മനുഷ്യന് വിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശ്വവിഖ്യാതമായ തഫ്സീറാണ് തഫ്സീർ ത്വബരി. അത് എഴുതിയത് ഒരു അനറബിയാണ്, പേർഷ്യക്കാരൻ. അറബി പഠിച്ച് അറബികളെ വെല്ലുന്ന രീതിയിൽ ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും സഹോദരങ്ങളെ. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളാണ്, 8-ാമത്തെ വയസ്സിൽ ജനങ്ങൾക്ക് ഇമാമായി നിന്നു, 9-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് പഠിക്കാൻ തുടങ്ങി. 40 വർഷം ബാഗ്ദാദിൽ അദ്ദേഹം പഠിച്ച് പഠനത്തിനായി ചെലവഴിച്ചു എന്ന് ഖതീബുൽ ബാഗ്ദാദി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതുന്നുണ്ട്.
ലോകത്തെ ഏറ്റവും പ്രശസ്തമായ തഫ്സീർ എഴുതിയത്, ഏറ്റവും വലിയ ചരിത്ര ഗ്രന്ഥം എഴുതിയത് തബരിയാണ്. ഒരു ദിവസം അദ്ദേഹം 40 പേജ് എഴുതുന്നതാണ്. 40 പേജ് 40 കൊല്ലം എഴുതിയൊരു മനുഷ്യൻ. ഈ വോയിസ് ടൈപ്പിംഗ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ മഷി കുത്തിയിട്ട് 40 പേജ് ഒരു ദിവസം എഴുതാൻ എത്ര മെനക്കെടുണ്ട്. അത് നമ്മളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ ഈ ഒരു ജന്മം കൊണ്ട്? ആരാണ് സഹോദരങ്ങളെ? അതാണ് അറിവ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ അറിവിനുള്ള പ്രാധാന്യമാണ്. ഇന്ന് എത്ര ആളുകൾ തബരിയോർക്ക് ലോകത്ത് എത്ര പൈസക്കാർ കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ഈ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ പൈസക്കാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് ഒരു 5 ആളെ പേര് പറയാൻ പറ്റുമോ? ഒരു 5 ആളെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആകെ കാറൂൺ എന്നാണ് നമുക്ക് അതിനെ ഖുർആൻ പറഞ്ഞുകൊണ്ട് അറിയണം കാറൂന്ന്. പക്ഷേ ഈ അറിവിൻ്റെ സാഗരത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത എത്രയോ മഹാന്മാരുടെ പേര്, പണ്ഡിതന്മാരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഇൽമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സഹാബികൾ അങ്ങനെയാണ് ആ അറിവിനെ കണ്ടത്, അങ്ങനെയാണ് അതിനെ അവർ പ്രയോഗവൽക്കരിച്ചത്. അവസാനിപ്പിക്കുകയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാൻ പോകണം. സൂറത്തു തൗബയുമായി ബന്ധപ്പെട്ട്, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മളോട് നമുക്ക് എന്താണെങ്കിലും മെസ്സേജ് നമ്മൾ എപ്പോഴും ഇത് മനസ്സിലാക്കണം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യാം. തബൂക്ക് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഒരു മാസത്തെ വഴി ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതാണ്. നല്ല ചൂടുള്ള സമയത്താണ് മദീനയിൽ നിന്ന് പോകേണ്ടത്. മദീനയിൽ ഈത്തപ്പഴം പാകമായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. യുദ്ധത്തിന് പോകൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ല സൗകര്യങ്ങളും വാഹനങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താച്ചോ, എല്ലാവരും ഇങ്ങനെ പോവുകയല്ലേ, കുറച്ച് ഇന്നിപ്പോൾ റസൂൽ ഇന്ന് രാവിലെ പോവുക, എനിക്ക് ഉച്ചക്ക് പോകാമല്ലോ. അപ്പോൾ എല്ലാവരും വാഹനമൊക്കെ കെട്ടിയൊക്കെ റെഡിയാക്കി നിൽക്കണം, പോകേണ്ടവരൊക്കെ സെറ്റപ്പായി നിൽക്കണം. അപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിചാരിക്കണം എന്താ നിങ്ങൾ, റസൂൽ രാവിലെയല്ലേ പോവാ, ഓലെടുത്തുള്ള ഒട്ടകത്തെക്കാൾ നല്ല മുന്തിയ കുതിരി ഒട്ടയൊക്കെ എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് പോയാലും ഓലെ പോകും. നമ്മളല്ലേ നിങ്ങളെ നടന്നോളൂ, ഞാൻ പിടിച്ചോണ്ട് കയറിയില്ലേ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തതിന് എത്താമെന്ന് പറഞ്ഞു. ഉച്ചയായപ്പോൾ ഇവർക്ക് പോകാൻ തോന്നിയില്ല. അപ്പം മുമ്പ് വിചാരിച്ചു നാളെ പോകാം, കുറേ ദൂരെ യാത്ര ചെയ്യാണ്ടല്ലോ, ഒക്കെ ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മൂപ്പര് പിറ്റേന്നും പോയില്ല. അങ്ങനെ പിന്നെ മൂപ്പർക്ക് പോകാൻ മടിയായി. പിറ്റേന്നായപ്പോൾ മൂപ്പർക്ക് പോകാൻ മടി, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മുനാഫിക്കൊന്നുമല്ല, സഹാബിയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ എന്താ അറിയോ, നന്മയോട് ധൃതി കാണിക്കുന്ന നമ്മളുണ്ടല്ലോ, നാളാകാം മറ്റന്നാളാകാം ഒരു ചെറിയ അലംഭാവം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയോട് ചെറിയൊരു അലംഭാവം. രാവിലെ വിചാരിച്ചു ഉച്ചക്ക് പോകാമെന്ന്, ഉച്ചക്ക് വിചാരിച്ചു നാളെ പോകാമെന്ന്, നാളെ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, ഒരു മാസത്തെ വഴിദൂരം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് നല്ല വാഹനം നല്ല സൗകര്യമുണ്ട്, പോയാലും അവിടെ തബൂക്കിൽ എത്തുമ്പോഴത്തിനെത്തിയാൽ പോരെ, അവിടെ പോയി നിൽക്കൊന്നും വേണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ സഹോദരങ്ങൾ നീട്ടിവെച്ചു. അവസാനം അദ്ദേഹം പോയില്ല. പിന്നെന്താ അറിയോ, മദീനയിൽ അദ്ദേഹം ഒറ്റപ്പെടുകയാണ്. പുറത്തിറങ്ങിയാൽ മുഴുവൻ മുനാഫിക്കാണ്. യുദ്ധത്തിന് പോകാത്തവരാണ് മദീനത്തുള്ളത്, അവരൊക്കെ മുനാഫിക്കീങ്ങളാണ്. 30,000 ആളുകളാണ് അന്ന് യുദ്ധത്തിന്. നിങ്ങൾ ആലോചിക്ക്, 30,000 ആളുകളാണ്, സഹാബത്താണ് മദീനയിൽ നിന്ന് തബൂക്ക് പോയത്. 30,000 ആളുകൾ. അങ്ങനെ അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കഅബ എവിടെയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 30,000 ആളുകൾ വന്നൊരു കൂട്ടത്തിൽ നിന്ന് കഅബ എവിടെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോൾ ഒരു സാഹിബ് പറഞ്ഞു, കഅബ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടിയില്ലേ, അങ്ങനെയല്ലോ, ഓനിപ്പോൾ ഭയമായിരുന്നു, ഓനിപ്പോൾ കുറേ ആയല്ലോ, കുറേ സമ്പാദ്യങ്ങളൊക്കെ വന്നപ്പം ഓനൊക്കെ ഏകദേശം മറന്നു തുടങ്ങിയെന്ന് പറഞ്ഞ് കുറച്ച് മോശമാക്കി പറഞ്ഞപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തോന്നുന്നു പറഞ്ഞെന്ത്, അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യം നേരിട്ടത് കൊണ്ടാണ് അങ്ങനെയൊന്നും ഇല്ല നബിയെ എന്ന് പറയണം, ഒരു മോശമാക്കി പറഞ്ഞില്ല എന്നാണ്. നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് എന്താണ്, ഓരോരുത്തരിങ്ങനെ വന്ന് കാരണങ്ങൾ പറയാണ്. യുദ്ധത്തിന് പോകാൻ പറ്റാത്ത മുനാഫിക്കീങ്ങൾ വന്നിട്ട് ഓരോ ഒഴിവ് കഴിവ് പറയാണ് അല്ലേ. അന്ന് കഅബിന് കള്ളം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയാണ്, അല്ലേ എനിക്ക് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷേ അള്ളാഹു എന്ത് വിചാരിക്കും നബിയെ, ഞാനങ്ങനെ പറഞ്ഞാലും നിങ്ങളടുത്ത് ഞാൻ രക്ഷപ്പെട്ടാലും അള്ളാഹു എന്നെപ്പറ്റി എന്ത് വിചാരിക്കും. ഒരു കാരണം ഉണ്ടായില്ല, മടി പിടിച്ചതാണ്, ഒരു കാരണം പ്രത്യേകിച്ച് പറയാനില്ല എന്നാണ്. എനിക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, എന്നതിനേക്കാളും നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത് സഹോദരൻ. അതുകൊണ്ട് എനിക്ക് ഒരു കാരണം, ഒരു ഉദുറുമില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു കഅബിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുത്തു. എന്താണ്, കഅബിനോട് മുണ്ടാൻ പാടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുണ്ടാൻ പാടില്ല എന്ന്. അന്ന് മുതലൊരു മനുഷ്യൻ കഅബിനോട് മുണ്ടില്ല അല്ലേ. പള്ളിക്ക് വന്നാൽ ആരും മുണ്ടൂല, സലാം പറഞ്ഞാൽ മടക്കൂല, ഒരു തരത്തിലും ആരും
എന്ത് ചെയ്യുന്നില്ല, ഒറ്റപ്പെട്ടു പോകണം അദ്ദേഹം. അദ്ദേഹം അനുഭവിച്ച സങ്കടത്തെ 40 ദിവസം ഒരാളും മുണ്ടണില്ല, ഒരാളും സംസാരിക്കണില്ല. അവസാനം 40ാമത്തെ ദിവസം വഹി വന്നു, വീണ്ടും വഹി വന്നു. കാബിൻ്റെ ഭാര്യയിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. അപ്പോൾ അത് പറഞ്ഞപ്പം കാബറുല്ലാന്ന് ചോദിച്ചെന്താ അറിയോ, തലാക്ക് ചെല്ലണമെന്നാണ്. തലാക്ക് ചെല്ലാൻ കൽപ്പന ഉണ്ടോയെന്നാണ്. ഇല്ല, തലാക്ക് ചെല്ലാൻ കൽപ്പന അല്ല, പക്ഷേ മാറിക്കിടക്കണം. ഭാര്യയോട് മുണ്ടാൻ പാടില്ല. ഭാര്യ മുണ്ടണില്ല, മാറിക്കിടക്കാനും കൂടി കൽപ്പന ഉണ്ടായി. പിന്നെയും 10 ദിവസം കഴിയാണ്. അല്ലേ, ഭൂമി ഇടുങ്ങിയതായിട്ട് തോന്നി എന്നാണ് കാബറുല്ലാന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കി, ഒരു നന്മ നീട്ടിവെക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയോട് അലംഭാവം കാണിച്ചത് കൊണ്ട്, അല്ലേ, ഒരു മടി കാണിച്ചത് കൊണ്ട് അള്ളാഹു കൊടുത്തൊരു പണിഷ്മെൻ്റാണ്. 40 ദിവസം ഒരാളും മിണ്ടണില്ല. 10 ദിവസം, ഒരു 50 ദിവസം 40 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് മിണ്ടാൻ പാടില്ല, ഭാര്യയോട് മാറിക്കിടക്കാൻ പറഞ്ഞു. അങ്ങനെ 50 ദിവസമായപ്പം സൂറത്തു തൗബയിലെ ആയത്തിറങ്ങാണ്. അങ്ങനെ അതിൻ്റെ ഇടക്ക് അയൽനാട്ടിൽ നിന്നൊരു രാജാവ് കത്തയക്കുന്നുണ്ട്, ഒരു ദൂതം വന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ ഇതും സഹിച്ചു കണ്ട് ഇവിടെ നിൽക്കണം, നിങ്ങൾ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അദ്ദേഹം കത്തിച്ചു കളഞ്ഞു എന്നാണ്. അത്രയും അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു, അത്രയും അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ആ വിഷയത്തിൽ ആയത്തിറക്കി. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വദന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം ലിയതൂബു. പിന്നേക്ക് മാറ്റിവെക്കപ്പെട്ട ആ 3 പേരുടെ നേരെയും അള്ളാഹു മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ 3 പേരുടെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കിയതാണ്. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചതാണ്. ആ വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ അത് പറയാൻ വേണ്ടി, കാരണം നബിൻ്റെ അടുത്തേക്ക് അന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ സന്തോഷ വാർത്ത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഒരാൾ കുതിരപ്പുറത്ത് കത്തിച്ച് വിട്ടു എന്നാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എത്താൻ വേണ്ടി വേറെ ആൾ എന്ത് ചെയ്തു വെച്ചാൽ, വേറൊരു സഹാബി വേഗം ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഉറക്കനെ വിളിച്ചു പറഞ്ഞതാണ്. ആ കുതിരക്കാരൻ എത്തുന്നതിന് മുമ്പ് ആ കുന്നിൻ്റെ മുകളിൽ കയറിയ സഹാബി വിളിച്ചു പറഞ്ഞതാണ് ഈ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് കേട്ടത്. അള്ളാഹു താങ്കൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു കഅബയെന്ന് ആയത്തിറങ്ങി വഹി വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പോൾ തൻ്റെ രണ്ട് കുപ്പായാണ് മൂപ്പർക്ക് ഉണ്ടായിരുന്നത്. ആ 2 കുപ്പായും ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് വന്ന ആ മനുഷ്യന് മൂപ്പര് ഫ്രീ ആയിട്ട് കൊടുത്തു. വേറെ ഒരു കുപ്പായം കടം വാങ്ങിയിട്ടാണ് പിന്നെ നബിൻ്റെ പള്ളിയിലേക്ക് മൂപ്പര് നടന്നു വരുന്നത്. നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ തരോ, എല്ലാ സൗകര്യങ്ങളും പടച്ചോ എനിക്ക് നൽകിയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനൊരു കഫാറത്തായിട്ട് ഇതിന് മൂപ്പര മനസ്സിലേക്ക് ഒരു വിഷമം പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തരോ, മൂപ്പരുടെ മുഴുവൻ സമ്പത്തും, ഏതോ ഒരു സ്ഥലത്തുള്ള സമ്പത്തല്ലാത്ത ബാക്കി മുഴുവൻ സമ്പത്തും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ദാനം കൊടുക്കുകയാണ് മൂപ്പര് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ ഈ ആരോഗ്യം സമ്പത്തൊക്കെ ഉണ്ടാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ സഹോദരൻ, ഇതൊക്കെ ആരോഗ്യം നമുക്ക് കഴിവൊക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാൻ. ഒരു സ്ട്രോക്ക് വന്നിട്ട് കൊയഞ്ഞ് കിടന്നാൽ പിന്നെ നിസ്കരിച്ചാനോ പള്ളി ഒന്നിനും പറ്റില്ല. പിന്നെ കരഞ്ഞ് പിന്നെ കിടന്നിട്ട് കണ്ണിന്ന് വെള്ളം വരിക മാത്രമേ ഉണ്ടാവുള്ളൂ, ആലോചിക്കാൻ പോലും ചിലപ്പം പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ പറ്റുന്നൊരു സമയമാണ് അല്ലേ, നടന്നു പോകാം, പള്ളിയിൽ പോകാം, അല്ലേ, ഇബാദത്തുകൾ ചെയ്യാം, ദാനം ചെയ്യാം. ഇതിനൊക്കെ കഴിവും ആരോഗ്യവുമുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് ആ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തൊരു യാത്രയാണ്. ഇതൊരു യാത്ര, മരണത്തോട് തുടങ്ങുന്ന ഒരു വലിയ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ ടെസ്റ്റ് മാത്രമാണ്. ഇതിവിടെ കാണുന്ന ഈ പളപളപ്പിലോ ദുന്യാവിൻ്റെ വഞ്ചനയിൽ നമ്മൾ ഒരിക്കലും വീണു പോരുന്ന സാധനം, ലക്ഷ്യത്തിൽ നമ്മൾ മാറി യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അത് അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ലക്ഷ്യത്തിൽ നമ്മൾ മാറിപ്പോകരുത്. അത് പറഞ്ഞു കൊടുക്കുക, അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു നമ്മളെ നിയോഗിച്ചത്, അല്ലേ. അള്ളാഹു നമ്മളെ നിയോഗിച്ചത് എന്തിനാണ്? ഈ ആളുകൾക്ക് ഈ മെസ്സേജ് എത്തിക്കാനാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നമ്മൾ ക്ഷമിക്കണം. അപ്പോഴാണ് നമ്മൾ സഹാബത്തിൻ്റെ പാതയിലാണെന്ന് പറയാം. ഈ മതം നമുക്ക് എത്തിച്ചു തന്നത് അവരാണ്. പ്രയാസങ്ങൾ സഹിച്ചിട്ട് വള്ളി പുള്ളി മാറ്റമില്ലാതെ ഈ മതത്തിൻ്റെ നിയമങ്ങളും എല്ലാം നമുക്ക് 1400 വർഷത്തിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് ആ സഹാബത്തൊന്നുകൊണ്ട് മാത്രമാണ്, അല്ലേ. ആ സഹാബത്തിന് അള്ളാഹു അതിനു വേണ്ടി അവിടെ നിയോഗിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അവരുടെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ ചെല്ലും.
ചെല്ലണം. ഇതറിഞ്ഞ ഒരാൾ ചെല്ലാതെക്കൂല. അവരുടെ ത്യാഗം കണ്ട, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ, അവർ ഈ ദീന് നമുക്ക് എത്തിച്ച് നൽകാൻ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ മനസ്സ് നാവിൽ തുമ്പത്ത് റളിയല്ലാഹു അൻഹു എന്ന് വരാതിരിക്കൂല എന്നാണ്. ഉള്ളു തട്ടിയിട്ട് ഒരു റളിയല്ലാഹു അൻഹു നമ്മൾ അവരുടെ പേര് കേൾക്കുമ്പോൾ ചെല്ലണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതിൽ സന്തോഷ വാർത്ത എന്താ പറയുക? അവസാന കാലം വരും. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇതിൽ ഏറ്റവും സന്തോഷ വാർത്ത എന്താ വെച്ചാൽ അവസാന കാലം വരും. ആ സമയത്ത് ചില ആളുകളുണ്ടാവും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളുകൾ, ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യും? അവർ ഈ ദീന് നിലനിർത്താൻ വേണ്ടി അവർ പ്രയാസപ്പെടും, അല്ലേ? അവർ പ്രയാസപ്പെടും. ഒരു തീക്കരൽ നമ്മൾ പിടിച്ചാൽ എത്ര പ്രയാസം ഉണ്ടാവും? അത്ര പ്രയാസത്തിൽ ദീന് മുറുകെ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഉമ്മത്ത് എനിക്ക് ശേഷം വരുന്നതാണ്. അന്ന് 50 ഒരാൾക്ക് 50 ആളുടെ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, നല്ല ആലോചിച്ചോളി. ഒരാളുടെ കർമ്മത്തിന് 50 ആളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പം സഹാബത്ത് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അവരിൽ നിന്നുള്ള 50 ആണോ ഞങ്ങളിൽ നിന്നുള്ള 50 ആണോ? അവരിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലമാണോ ഞങ്ങളിൽപ്പെട്ട 50 ആളുടെ പ്രതിഫലമാണോ ആ ഉമ്മത്തിലെ ആൾക്കാർക്ക് കിട്ടാൻ പോകുമെന്ന് ചോദിച്ചപ്പം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താരോ? നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം എന്നാണ്. നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം. നമ്മൾ പറയല്ലോ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ജീവിക്കാം, എല്ലായിടത്തും തെറ്റാണ്, എല്ലായിടത്തും അശ്ലീലമാണ്, കേൾക്കുന്നതും കാണുന്നതും വലിയ പ്രയാസമാണ് കേട്ടോ ദീനനുസരിച്ച് ജീവിക്കാൻ എന്ന് നമ്മൾ, കാലം മോശമാണ് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കില്ല സഹോദരങ്ങളെ. ഈ കാലത്ത് നിങ്ങൾ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ 50 ആളുടെ പ്രതിഫലം കിട്ടുക. ആരിൽപ്പെട്ട? സഹാബത്തിൽപ്പെട്ട 50 ആളുടെ പ്രതിഫലം. അതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അതാണ് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. അതിലെല്ലാവർക്കും ചാൻസ് ഉണ്ട്. അതിൽ കായില്ലാത്തവനും കായുള്ളവനും, ആരോഗ്യമില്ലാത്തവനും എല്ലാവർക്കും അതിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ. ഈ റമളാനിൻ്റെ പുണ്യരാത്രങ്ങൾ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ, പരമാവധി സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, തെറ്റുകളിൽ മാറി നിൽക്കാൻ, തഖ്വ കൈക്കൊള്ളാൻ, ആ തഖ്വ ജീവിതത്തിലുടനീളം നിലനിർത്താൻ ഓരോ റമളാൻ കഴിയുമ്പോഴും തഖ്വയുടെ ഗ്രാഫ് മുകളിലേക്ക് പോയി നല്ലൊരവസ്ഥയിൽ മരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ദിവസത്തിൽ ഏറ്റവും നല്ല നാളുകൾക്ക് ശേഷം തഖ്വ ഏറ്റവും നല്ല മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തുഅതിക്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.